തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലയ്ക്കിടയിലും മോഷണം നടത്തി പ്രതി അഫാൻ. അമ്മൂമ്മയെ കൊന്ന ശേഷം മാലയെടുത്ത് പണയം വെച്ചു. കിട്ടിയ 74,000 രൂപയിൽ 40,000 രൂപ കടക്കാർക്ക് സ്വന്തം അക്കൗണ്ട് വഴി തിരിച്ചു നൽകി. കൊലകൾക്ക് പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന നിലയിലേക്കാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ മുന്നോട്ടുപോക്ക്. അതേസമയം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന ഉമ്മ ഷെമിയുടെ മൊഴി നാളെ രേഖപ്പെടുത്തും. വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലയ്ക്കിടയിലും അഫാൻ മോഷണം നടത്തിയെന്നാണ് കണ്ടെത്തൽ. അമ്മുമ്മയെ കൊന്ന ശേഷം മാലയെടുത്ത് പണയം വച്ചു കിട്ടിയ 74,000 രൂപയിൽ 40,000 രൂപ കടക്കാർക്ക് സ്വന്തം അക്കൗണ്ട് വഴി നൽകി. കൊലയ്ക്ക് പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന നിലയിലേക്ക് അന്വേഷണ സംഘം ഇതോടെ എത്തുകയാണ്. അതേസമയം അഫാന്റെ ഉമ്മ ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർ കിരൺ രാജ്ഗോപാൽ പറഞ്ഞു. പൂർണ്ണമായും അപകടനില തരണം ചെയ്തെന്ന് പറയാൻ കഴിയില്ലെന്നും പോലീസിന് മൊഴി കൊടുക്കാൻ കഴിയുന്ന ആരോഗ്യ അവസ്ഥയാണെന്നും ഡോക്ടർ പറഞ്ഞു. ഷെമിയുടെ കണ്ടീഷൻ ഇപ്പം സ്റ്റേബിളായിട്ട് തന്നെ തുടരുന്നുണ്ട്. രാവിലെയും ബ്രെയിൻ്റെ സ്കാൻ എടുത്തിരുന്നു. അതിലും തലച്ചോറിലെ നീരും മറ്റും കൂടിയിട്ടില്ല. പഴയ അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു. ആൾ കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട്. സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇന്നലെ പോലീസ് വന്നിരുന്നു. പക്ഷേ ഇന്നലെ വന്നപ്പോൾ അവർ കുറച്ച് മയക്കത്തിലായിരുന്നു. ഒരു വേദനയ്ക്കുള്ള മരുന്നിൻ്റെ സെഡേഷനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അതുകൊണ്ട് ഇന്ന് അവർ വരുമ്പോൾ പരിക്കേറ്റ ഷെമിയുടെ മൊഴി നാളെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തും. ആരോഗ്യനില കൂടി പരിഗണിച്ചാകും അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടി. അതേസമയം മുക്കന്നൂരിലെ വീട്ടിൽ നിന്ന് അഫാന്റെ പെൺസുഹൃത്ത് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന അഫാനെ പോലീസ് നിരീക്ഷിക്കുകയാണ്. ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.